ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൈ നെയിം ഈസ് ഗാൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ്. 2010 ഈ സിനിമ റിലീസായത്. ഈ സിനിമയുടെ ഒരു വൺ ലൈനായിട്ട് ഒരു കാര്യം പറയട്ടെ. മൈ നെയിം ഈസ് ഗാൻ, ഐ എം നോട്ട് എ ടെററിസ്റ്റ്. ഈ വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് ഗാൻ, ഞാനൊരു തീവ്രവാദിയല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു മനുഷ്യനങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥ എത്ര കണ്ട് ഭയാനകമാണെന്നുള്ളത് ചിന്തിക്കണം നമ്മൾ. അതാണ് ഈ സിനിമയുടെ കഥ. ഈ ഒരു വാക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട്, അതിനുള്ള കാരണം എന്തെന്നുള്ളതാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമയിലെ മെയിൻ ഹീറോ കഥാപാത്രമായത് റിസ്വാൻ എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ അമ്മയുടെയും അനിയൻ്റെയും കൂടെ ഗ്രാമത്തിൽ ജീവിക്കുകയായിരിക്കും. ഇയാളൊരു ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ഇയാളൊക്കെ എല്ലാവരെയും ഭയമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴും കുട്ടികളൊക്കെ അയാളെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് ആരും ഈ കുട്ടീനെ അങ്ങനെ അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഈ അമ്മയ്ക്ക് അത് ഭയങ്കര സങ്കടമുണ്ട്. അമ്മ എപ്പോഴും ആ മകനെ നല്ല സ്നേഹിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഇളയ മകന് അതിൽ കുറച്ച് ദേഷ്യമുണ്ട്. ചെറുപ്പം മുതലേ ഏട്ടനോട് വലിയൊരു താല്പര്യം ഇല്ലാതെയാണ് അവൻ വളരുന്നത്. അങ്ങനെ ഈ കുട്ടി വളർന്നു വലുതായി ഷാറുഖ് ഖാൻ ആവുകയാണ്. ഷാറുഖ് ഖാൻ ഈ അമ്മ മരിച്ചതിന് ശേഷം അനിയനായ സാക്കിറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സാക്കിറിൻ്റെ അടുത്ത് പോണത് അമേരിക്കയിലേക്കാണ് കേട്ടോ പോണത്. അവിടെ എത്തിയതിനു ശേഷം കാജോൾ അവതരിപ്പിക്കണം മന്ദിര റാത്തോഡ് പറഞ്ഞ കഥാപാത്രത്തെ കാണുന്നതും അവർ തമ്മിൽ പ്രണയത്തിലാവണതും കല്യാണം കഴിക്കണമെന്ന് സിനിമയുടെ ഇതിവൃത്തം. ശേഷം എന്തുണ്ടായി എന്നുള്ളതാണ്. ശേഷം എങ്ങനെയാണ് ഇയാൾ മൈ നെയിം ഇസ് ഗാൻ, ഐ എം നോട്ട് ടെററിസ്റ്റ് എന്നുള്ള വാക്കിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. ഈ സിനിമയുടെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ നടന്നൊരു ടെററിസ്റ്റ് അറ്റാക്കും അതിനുശേഷം അവിടെ ജീവിച്ചിരുന്ന മുസ്ലിംസിനുണ്ടായ കുറേ അപമാനങ്ങളും ദുരനുഭവങ്ങളെയും പറ്റിയിട്ടൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയിൽ മൈ നെയിം ഇസ് ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് റിസ്വാൻ ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിരിക്കും ഷാറുഖ് ഖാനാണ്. കാജോളുണ്ട്, അർജുൻ ജോല എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അന്ന് പയ്യനായിരുന്നു, ഇപ്പോൾ വലിയ ആളായിട്ടുണ്ടാവും. ആ കുട്ടിയുടെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ കാജോൾ സൂപ്പറാണ്. പിന്നെ സറീന വഹാബ് വേറെ ലെവലാണ് ഈ പടത്തിൽ. ഇതിൽ മാമാജന്നി പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അവരുടെ പേര് ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടർ വേറെ ലെവൽ ഈ പടത്തിൽ കേട്ടോ. വല്ല നമുക്ക് ഹോണ്ട് ചെയ്യും ആ ക്യാരക്ടർ. കാരണം അവർ നമ്മൾ ഒരുപാട് ടച്ച് ചെയ്യും ആ ക്യാരക്ടർ. കാരണം അവരുടെ പെർഫോമൻസും അതെ, അത് ഈ സിനിമയിൽ വരുന്ന ഭാഗങ്ങളും അതൊക്കെ വേറെ ലെവലാണ്. അതേപോലെ ഈ സിനിമയിൽ ഷാറുഖ് ഖാൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓട്ടിസം ബാധിച്ചൊരു മനുഷ്യൻ അയാളുടെ എക്സ്ട്രീമിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ട് അയാൾ എങ്ങനെ അവിടുന്ന് റിക്കവർ ചെയ്ത് വരുന്നു, അയാൾ ആ ഡിപ്രഷൻ എങ്ങനെ തരണം ചെയ്യണു, ശേഷം അയാൾ എങ്ങനെ അയാളുടെ സത്യത്തിലേക്ക് അയാൾ എത്തിപ്പെടണു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ആ ക്യാരക്ടറായി ജീവിച്ചിട്ടുണ്ട് ഇതിൽ ഷാറുഖ് ഖാൻ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കും കരൺ ജോഹറാണ്. അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം തന്നെ ഞാൻ പറയും ഇതിനെ. ഇതിലെ പല സംഭവങ്ങളും സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഒരിക്കലും എല്ലാ മതത്തിലും തീവ്രമായിട്ട് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അതിൻ്റെ പേരിൽ ആൾക്കാരെ നേരെ ഉപദ്രവം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട് എന്ന് കരുതി ആ മതത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് അതിൽ എത്രയോ നല്ല മനുഷ്യരുണ്ടാവും, അവരും അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായി. ഇപ്പോൾ ഈ യുദ്ധം നടക്കാൻ തന്നെ കാരണം, ഇന്ത്യ പാക് വാർ നടക്കാൻ തന്നെ കാരണം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറയണില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ സാധാരണക്കാർ ബാധിക്കപ്പെടുന്നുണ്ട് അതിൽ എന്നുള്ളതാണ് ഈ സിനിമയും പറയുന്നത്. ഈ സാധാരണക്കാരൻ പറയേണ്ടി വരികയാണ്, ഞാനൊരു തീവ്രവാദിയല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കിവിടെ ജീവിക്കണം, അതിന് നിങ്ങൾ അനുവദിക്കണം എന്ന് ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോട് പറയേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു നടന്ന അത് അവസാനം അയാളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വരുന്നൊരവസ്ഥ എത്ര കണ്ട് ഭയാനകമാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോണത്. ഈ സിനിമയെ പറ്റിയിട്ട് പിന്നെ പറയാനാണെങ്കിൽ, മ്യൂസിക് വേറെ ലെവലാണ് ഈ പടത്തിലെ. സോങ്സ് ആണെങ്കിലും ശരി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ശരി, സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളെയും പറ്റി എടുത്തെടുത്ത് പറയണം. കജോൾ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണെങ്കിലും ശരി, ഈ ഓട്ടിസം ബാധിച്ച ഒരാളെല്ലാവരും തള്ളി പറയുമ്പോൾ അവൾ ചേർത്ത് പിടിക്കുന്നതും അതിലോട്ടുള്ള സ്നേഹം കാണിക്കുന്നതും, അതേപോലെ തന്നെ കജോളിൻ്റെ മകനായി അഭിനയിച്ചിരിക്കുന്ന സമീർ പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന അർജുൻ ഔജ്ല പറഞ്ഞ കുട്ടിയുടെ ക്യാരക്ടറാണെങ്കിലും ശരി, ഏതവസ്ഥയിലും അച്ഛനായിട്ട്, അതായത് വളർത്തച്ഛൻ ഉള്ള രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആളാണ് കജോളിനെ, ഷാറുഖ് ഖാൻ. അപ്പോൾ അയാളെ ചേർത്ത് പിടിക്കണതും പിന്നീട് അതിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളോ കാരണം അവർ തമ്മിലുള്ള ചില അകലയും ഒരു ഈഗോയും ഇതൊക്കെ വരുന്നതൊക്കെ വേറെ ലെവലായിട്ട് ആ കുട്ടിയെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ മാമാജന്നി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ബ്ലാക്ക് അമേരിക്കൻ, അവർ സൂപ്പറായി പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ സിനിമയത്തെ ഒരുവിധപ്പെട്ട എല്ലാവരും നല്ല പെർഫോമൻസാണ്. അതേപോലെ തന്നെ ഈ സ്റ്റോറി വളരെ ലീനിയറാണ്. അതായത് ഒരു നോൺ ലീനിയർ സ്റ്റൈലിലൊന്നല്ല കഥ പോണത്, വളരെ ലീനിയറായിട്ടാണ് കഥ പോണത്. ചില ഫ്ലാഷ് ബാക്ക് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വളരെ എൻഗേജിങ് ആയിട്ടാണ് പടം പോണത്. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ നമുക്ക് തരാൻ. അതായത് ഇയാളൊരു ഗ്രാമത്തിൽ പോണതും അവിടെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടണതും, അതേപോലെ അമേരിക്കയിലേക്ക് വന്നതിന് ശേഷമുള്ള മൂപ്പര് കുറച്ച് തപ്പിപ്പിടുത്തങ്ങളും ഒക്കെ നല്ല രസമാണ്. നല്ലൊരു അടിപൊളിയായിട്ട് സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്.
കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സും പറഞ്ഞു പോകണം. അമേരിക്കയിലെ ബറാക്ക് ഒബാമ ഭരണത്തിലേക്ക് വന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ സിനിമ പോകണം. ആ കാലഘട്ടത്തിൽ വമ്പ് കോൺട്രവേഴ്സി വന്ന സിനിമ ഉണ്ടത് റിലീസായ ടൈമിന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ന്യൂസ് ചാനലിലൊക്കെ ഈ സിനിമ റിലീസായിട്ട് ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിയത് ഇതൊക്കെ. പല ഇന്ത്യയിലും അതേ പുറത്തും അത് ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ സിനിമ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലൊന്നും ലഭ്യമല്ല. ഈ സിനിമ ഒരു OTT പ്ലാറ്റ്ഫോമിലില്ല. നിങ്ങൾ ഏത് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, ഇവിടെ ഒന്നും ഇന്ത്യയിൽ ഈ സിനിമ അവൈലബിൾ അല്ല. കാരണം ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ സ്ട്രീം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ബാൻ ചെയ്ത പോലെയാണ് ഈ സിനിമ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തരും പെർഫോമൻസിനെ പറ്റി ഞാൻ പറഞ്ഞു, എല്ലാം അങ്ങനെ തന്നെ. അവസ്ഥ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഈ സിനിമ പറഞ്ഞു പോണത്. ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും വരരുതേന്ന്. എല്ലാവരും ഈ സിനിമ കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എന്തായാലും ഞാൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ്, ഫോളോ, ലൈക്ക്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.